സാധാരണ ഈ എൽ ക്ലാസിക്കോ എന്ന് പറയുമ്പോൾ രണ്ട് സ്റ്റാർ ബോയ്സ് തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിരിക്കും. അത് മുമ്പ് റൊണാൾഡോയും മെസ്സി ആയിരുന്നെങ്കിൽ പിന്നീട് അത് വിനീഷ്യസും യമാലുമായി മാറി. പിന്നെ അത് യമാലും എംബാപ്പയുമായി മാറി. ഇപ്പോൾ ഈ ഒരു എൽ ക്ലാസിക്കോയിലേക്ക് വരുമ്പം ഈ രണ്ട് താരങ്ങളും ഇല്ലാതെയാണ് രണ്ട് ടീമും കളിക്കാനിറങ്ങുന്നത്. പക്ഷേ ആ ഒരു മത്സരത്തിൻ്റെ എല്ലാ ആവേശവും ലഭിച്ച അല്ലെങ്കിൽ ഗോൾസും ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ സാധാരണ വരുന്ന എൽ ക്ലാസിക്കോയുടെ എല്ലാ ആവേശവും വന്നൊരു മത്സരമായിരുന്നു. അതിലപ്പുറം ഒരു ടൈറ്റിൽ ഡിസൈഡർ മാച്ചായിരുന്നു. ബാർസക്ക് ഒരു സമനില കൊണ്ട് പോലും കിരീടത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മാച്ചായിരുന്നു. അപ്പോൾ ഒരു മത്സരം മൊത്തത്തിൽ എങ്ങനെയാണ് സാറേ നമുക്ക് വിലയിരുത്താൻ പറ്റുക? ഞാൻ കണ്ടത് രണ്ട് വളരെ വ്യത്യസ്തമായ ടീം. ഒന്ന് ശരിക്കും ഒരു ടീമാണ് ബാഴ്സലോണ. മറ്റേത് 11 കളിക്കാർ കളിക്കുന്നു. കളത്തിലിറങ്ങി എങ്ങനെയൊക്കെയോ കളിക്കാൻ നോക്കുന്നു. അവരുടെ മികവ് ആരും ചോദ്യം ചെയ്യണില്ല. പക്ഷെ ഇപ്പോൾ ഈ സീസൺ മുഴുവൻ നമ്മൾ കണ്ടിട്ടുള്ളത് റയൽ മാഡ്രിഡ് ഒരു ടീമല്ല. അതിപ്പോൾ പിച്ചിൽ മാത്രമല്ല, പിച്ചിന് പുറത്തും അത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ നമുക്ക് ഈ ഒരു മത്സരത്തിലെ ഫസ്റ്റിലെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷ്ഫോർഡിൽ നിന്ന് എടുത്തത്. റാഷ്ഫോർഡ് എന്നുള്ള പ്ലെയർ നമുക്കറിയാം, എപ്പോഴാണോ അവസരം കിട്ടുന്നത് ആ അവസരം മുതലെടുക്കുക അല്ലെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന അതെ. വളരെ ചുരുക്കം യൂറോപ്പിലാകെ തന്നെ കാണാൻ പറ്റുന്ന വളരെ ചുരുക്കം താരങ്ങളിൽ ഒരാളാണ്. ഇപ്പോൾ റാഷ്ഫോർഡ് ലോണിലാണ് ബാർസയിലേക്ക് വരുന്നത്. ഈ സീസണിൽ അത്യാവശ്യം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു പ്ലെയറാണ്. അപ്പോൾ ആളുടെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും ബാർസയിൽ, അല്ലെങ്കിൽ ഈ ഒരു സീസൺ നമ്മൾ വിലയിരുത്തുമ്പോൾ ആളെ ബാർസ റീറ്റെയിൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കാനാണ് ചാൻസ്? തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹം റിട്ടേൺ ചെയ്യാനാണ്. ഇപ്പം നടക്കുന്ന ചർച്ച ആ പൈസ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ബാഴ്സലോണിൻ്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അങ്ങനെയാണ്. അധികം പൈസ കൊടുത്തിട്ടൊരു ലോൺ പെർമനൻറ്റ് ഡീലാക്കാനുള്ള ഒരു സാഹചര്യം അല്ല അവരുടെ. പക്ഷെ തീർച്ചയായിട്ടും ഇമ്പാക്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലത്തെ ഗോളൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ യൂറോപ്പിൽ തന്നെ 10-12 കളിക്കാർക്ക് അങ്ങനത്തെ ഒരു ഗോൾ അടിക്കാൻ പറ്റുള്ളൂ, ആ ഫ്രീ കിക്ക് പോലത്തെ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ടെങ്കിലും റാഷ്ഫോർഡിനെ കീപ്പ് ചെയ്യണം എന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇന്നലത്തെ ഒരു മത്സരത്തിൽ ഇപ്പം റയൽ നമ്മൾ പറഞ്ഞു 11 താരങ്ങൾ ഇത് കളിക്കുന്നു, ഒരു കോർഡിനേഷനിൽ ഒരു ടീം എന്ന മെൻറ്റാലിറ്റി ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ഈ ഒരു സീസണിൻ്റെ തുടക്കത്തിൽ കഴിഞ്ഞ ഫസ്റ്റ് എൽ ക്ലാസിക്കോ റയൽ വിജയിക്കുന്നു, അതെ. അത്യാവശ്യം ഒരു 6 പോയിന്റിൽ മുകളിലേക്ക് ലീഡിലേക്ക് ഉയരുന്നു. ആൻഡ് അവിടുന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് റയലിൻ്റെ ഒരു ഡൗൺഫാളും ബാർസയുടെ ഒരു ലിഫ്റ്റിംഗും ആണ് കാണുന്നത്. അതെ. എന്തായിരുന്നു ആ ഒരു എക്സ് ഫാക്ടർ? എന്തായിരുന്നു റയലിന് ഈ ഒരു തകർച്ച അല്ലെങ്കിൽ ഈ ഒരു സീസണിലെ ഡൗൺഫാളിന് കാരണമായിട്ട് തോന്നി? മാനേജ്മെൻറ്റിൻ്റെ സ്ഥിരത തന്നെ. ഇപ്പോൾ ബാഴ്സലോണിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നവംബറിലല്ലേ ചെൽസിയോട് 3-0 ചാമ്പ്യൻസ് ലീഗ് തോൽക്കണം. അപ്പോൾ ആ സമയത്ത് ആരും വിചാരിച്ചിട്ടില്ല ഈ അതേ ബാഴ്സലോണ ഇത്രയും വലിയ ഗ്യാപ്പിന് ടൈറ്റിൽ നേടുന്നൊന്നും. എന്താ വെച്ചാൽ അപ്പോൾ ലാലിഗയിലും ബാക്കിലാണ്. പക്ഷെ അവിടെ എന്താ വ്യത്യാസം, അവിടെ ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമാണ്. അതാരും ചോദ്യം ചെയ്യണില്ല, കളിക്കാർ ചോദ്യം ചെയ്യണില്ല, മാനേജ്മെൻറ്റ് ചോദ്യം ചെയ്യണില്ല. ഹാൻസി ഫ്ലിക്കിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ഒരു ചെറുപ്പക്കാരനായ ഒരു മികച്ച കോച്ചിനെ കൊണ്ടുവന്നു, പക്ഷെ അയാൾക്ക് നിങ്ങൾ കൺട്രോൾ കൊടുത്തില്ല. പ്ലെയർ പവർ വന്ന് ആദ്യം ഒക്കെ താറുമാറാക്കി. അത് കാരണം തന്നെ ആ റിസൾട്ട്സ് ഒന്ന് മോശമായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കളിക്കാരുടെ അവർ തനി നിറം കാണിക്കും. അത് കഴിഞ്ഞ സീസൺ കാർലോ ആൻസലോട്ടിയുടെ കൂടെയും കാണിച്ചു. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു ജോലി ആര് ഏറ്റെടുക്കുന്നതാണ് ഇനിയുള്ള ചോദ്യം ശരിക്കും. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ശാസ്ത്രപ്രകാരം ഹോസെ മൗറീഞ്ഞോ ഒരു പ്രധാന കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതിൽ തന്നെ പറയുന്നത് പ്ലെയേഴ്സിനെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്ലെയേഴ്സിനെ ഇപ്പോഴത്തെ ഈ ഒരു പ്ലെയർ പവർ മാറ്റി അതൊരു കോച്ചിൽ അധിഷ്ഠിതമായ പവറിലേക്ക് കൊണ്ടുവരാനാണ് മൗറീഞ്ഞോനെ കൊണ്ടുവരുന്നത് എന്നുള്ളത്. അത് ഈ ഒരു റയലിൽ ശരിക്കും പ്രാക്ടിക്കലി പോസിബിൾ ആവുമോ? പ്രാക്ടിക്കലി പോസിബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് കളിക്കാരെ മാറ്റുക തന്നെ വേണ്ടി വരും. ഇപ്പോൾ ഈ ഇന്നലെ കളിച്ച ടീമിൽ നിന്ന് ചുവമനിയും കാമവിംഗയും മിക്കവാറും അടുത്ത സീസൺ അവിടെ ഉണ്ടാവില്ല. അത് ഈ സീസണിലത്തെ പ്രദർശനം കാരണം മാത്രമൊന്നുമല്ല, പൊതുവെ അവർ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. കാമവിംഗ് ഇപ്പോൾ അവിടെ 5 സീസണായി, ചുവമനി 4. ഇവരെ വാങ്ങുമ്പോൾ റിയാലിൻ്റെ പ്രതീക്ഷ എന്തായിരുന്നു, മോഡ്രിച്ച് ക്രൂസ് ആ ഒരു ജോഡിയെ മാറ്റാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളൊരു 2 കളിക്കാരായിരിക്കുന്നതാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല, തീർച്ചയായിട്ടും സംഭവിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അവരെ എന്തായാലും മാറ്റും. പിന്നെ അല്ലാതെ പിച്ചിന് പുറത്തുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ചുവമനിയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മൊറീഞ്ഞോ ചോദിച്ചിട്ടുമുണ്ട്, ഞാൻ വരണമെങ്കിൽ എനിക്ക് ഫുൾ കൺട്രോൾ വേണം. അത് റിക്രൂട്ട്മെൻറ്റിൽ മാത്രമല്ല, കളിക്കാരുടെ മേലെ എന്ത് തരം അച്ചടക്കം ഇതാക്കണം, ഇതൊക്കെ ഞാൻ തീരുമാനിക്കുന്നതാണ്. ആ ഒരു കണ്ടീഷനിലേ വരുള്ളൂ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു പ്ലെയർ പവർ കൺട്രോൾ ചെയ്യാൻ ഒരു പക്ഷേ മൗറീഞ്ഞോയ്ക്ക് പറ്റിയെന്ന് വരും. കാരണം ഇബ്രാഹിമോവിച്ചിനെ പോലത്തെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ പോലും പുള്ളി കൈകാര്യം ചെയ്യുന്ന രീതി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ മൗറീഞ്ഞോ പോയ ലാലിഗ അല്ല, അല്ലെങ്കിൽ ആ പോയ തീരെയല്ല. കാലഘട്ടത്തിലെ ലാലിഗ മാറിയിട്ടുണ്ട്. അപ്പോൾ ടാക്ടിക്കലി മൗറീഞ്ഞോക്ക് ഇവിടെ ഒരു സക്സസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ? അതാണ് വലിയൊരു സംശയം. എന്താ വെച്ചാൽ ഒരു വലിയൊരു ട്രോഫി നേടിയിട്ട് ഇപ്പോൾ കുറേ കൊല്ലമായി. ഇപ്പോൾ ചെൽസിയുടെ കൂടെ ടൈറ്റിൽ നേടുന്നത് 2014-15 സീസണിലാണ്. അതിന് ശേഷം എന്താ ജയിച്ചിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ
റോമയുടെ കൂടെ ഒരു കോൺഫറൻസ് ലീഗ്. അതല്ലാതെ ഒരു മേജർ ട്രോഫി എന്ന് പറയാൻ ഒന്നുമില്ല ശരിക്കും. അപ്പോൾ ആ കാലത്തെ ശൈലി മാറിപ്പോയി. ഇപ്പോൾ റഫാൽ ബെനീറ്റസിനെ ആരും തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ അത് 20 കൊല്ലം മുമ്പത്തെ ഫുട്ബോളാണ്. ഇപ്പോൾ ശരിക്കും ടീമുകൾ നോക്കേണ്ടത് ഇറിയോള, ഗ്ലാസ്നർ അങ്ങനത്തെ കുറച്ചും കൂടി പുതിയ ശൈലിയിൽ കളിക്കുന്ന കോച്ചസാണ്. അത് ഗ്ലാസ്നറൊക്കെ പറയുമ്പോൾ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് കോച്ചാണ്, ഒരു ഫ്രണ്ട് ഫുട്ട് കോച്ചൊന്നുമല്ല. പക്ഷെ എന്നാലും ശൈലി വ്യത്യാസമാണ്. വളരെ ഫാസ്റ്റ് ട്രാൻസിഷനും ഭയങ്കര ടൈറ്റായിട്ടുള്ള ഡിഫെൻസും ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു ശൈലി. അതാണോ ഇപ്പോൾ ഈ കളിക്കാരെ വെച്ചിട്ട് ആർക്കും അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നിങ്ങൾ ഈഗോൻ്റെ കാര്യം പറഞ്ഞു. കാർലോ ആൻസലോട്ടി 2005 ഇസ്താൻബുൾ ഫൈനൽ മാനേജ് ചെയ്ത് AC മിലാൻ ടീമിൽ നെസ്റ്റ, സ്റ്റാം, മോൾഡീനി, ഗറ്റൂസോ, പെർലോ, കക്ക, ഷെവ്ചെങ്കോ, മറ്റേ ഹേർണൻ ക്രെസ്പി, ഇവരൊക്കെ സൂപ്പർ താരങ്ങളായിരുന്നു. പക്ഷെ അവർ ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആർക്കും ഈഗോ ഇല്ല. ഇവരെയൊക്കെ മാനേജ് ചെയ്ത കാർലോ ആൻസലോട്ടിക്ക് ഈ ഡ്രസ്സിങ് റൂമിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പറഞ്ഞിട്ടാണ് പോയത്. അലോൺസോനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ മാനേജ് ചെയ്തിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഡ്രസ്സിങ് റൂമാണിത്. ഇപ്പോൾ മൗറീനോ അല്ലെങ്കിൽ റയലിന് മുന്നിൽ കുറച്ച് ഓപ്ഷൻസ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് ക്ലോപ്പാണ്, മറ്റേത് ദിദിയർ ദശാംശ പോലത്തെ താരങ്ങൾ. ഈ ജോലി എടുക്കില്ല. അപ്പോൾ ഇതുപോലുള്ള ഒരു റയലിനൊരു ഈ ഒരു സ്ക്വാഡിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഈ ഒരു സ്ക്വാഡ് വെച്ച് അച്ചീവ് ചെയ്യാൻ പറ്റും തോന്നുന്ന പരിശീലകരാരെങ്കിലും ഉണ്ടോ? മുഴുവൻ കൺട്രോൾ കൊടുക്കണം ആര് വന്നാലും. ഇപ്പം അതിപ്പം മൊറീനിയോ ആയാലും ഇപ്പം ഞാൻ തീരെ എഴുതി തള്ളുന്നില്ല ഇന്നലത്തെ കോച്ചാണെന്ന് പറഞ്ഞിട്ട്. എന്താ വെച്ചാൽ കുറച്ചൊരു ഡിസിപ്ലിൻ വന്നാൽ തന്നെ കളിക്കാർ മാറും. പിന്നെ ടാക്റ്റിക്കലായിട്ട് ഇപ്പം നിങ്ങൾ കഴിഞ്ഞ സമ്മറിൽ ട്രെൻറ്റ് അലക്സാണ്ടർ ആർണോൾഡിനെ വാങ്ങുന്നു. ട്രെൻറ്റ് അലക്സാണ്ടർ ആർണോൾഡ് തിളങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് സപ്പോർട്ട് ചെയ്യണ ഒരു റൈറ്റ് മിഡ്ഫീൽഡർ വേണം. ലിവർപൂളിൽ ഏറ്റവും നല്ല സീസൺ ആ ജോർഡൻ ഹെൻഡേഴ്സൺ അവിടെ ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ ആ റൈറ്റ് വിങ്ങിൽ മറ്റേ ടീം മുന്നേറുമ്പോൾ അത് തടുക്കാൻ ബാക്കപ്പായിട്ട് ഹെൻഡേഴ്സൺ ഉള്ളപ്പോഴായിരുന്നു ട്രെൻറ്റിൻ്റെ ഏറ്റവും നല്ല കളി. ഇപ്പം അവിടെ അതില്ല. വാൽവേർഡേയും ട്രെൻറ്റും ഒരുമിച്ച് വളരെ ചുരുക്കം കളികളെ കളിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഈ വാങ്ങിയ കളിക്കാരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് 100% കിട്ടാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ റയലിൽ ഒരു അവസാന നമ്മൾ പറഞ്ഞ ഒരു ഐക്കോണിക് എറ എന്നൊക്കെ പറഞ്ഞത് ഒരു 16-18 വരെയുള്ള വർഷങ്ങളിൽ ഒരു 3 ചാമ്പ്യൻസ് ലീഗ് ഒക്കെ അടിക്കുന്ന സ്ക്വാഡാണ്. അപ്പോൾ അതിൽ അവസാനത്തെ പ്ലെയർ കാർവഹാലും ടീം വിടുക എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാർവഹാലും കൂടി പോയി കഴിയുമ്പം ഈ ഒരു റയൽ മാഡ്രിഡ് ടീമിൽ ഒരു കമാൻഡിങ് പവറുള്ള അവസാനത്തെ പ്ലെയറാണ് പോകുന്നത്, അല്ലെങ്കിൽ ഒരു സീനിയർ പ്ലെയർ എന്ന നിലക്ക് ടീമിനെ മൊത്തം ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസാനത്തെ പ്ലെയറാണ് പോകുന്നത്. ആ ഒരു വോയിഡ് റയലിന് അടുത്ത സീസണിൽ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം നിങ്ങൾ 24 ഒരു ചാമ്പ്യൻസ് ലീഗ് നേടിയ ടീമാണ്. അതിന് ശേഷമുള്ള താഴ്ച നോക്കിക്കഴിഞ്ഞാൽ ആ ഫൈനലിൽ കളിക്കുന്ന കളിക്കാർ ക്രൂസ്, മോഡ്രിച്ച് ബെഞ്ചിലാണ്. ഡിഫൻസിൽ കാർവഹാലും നാച്ചോയും. കാർവഹാലിന് 448 കളി, നാച്ചോ 360 കളിച്ചു, ക്രൂസ് 460 കളി, മോഡ്രിച്ച് ഏകദേശം 600 കളി. ഇത് ഈ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, സ്റ്റാൻഡിങ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ജയൻസ്. അതായിരുന്നു ശരിക്കും. ഈ കളിക്കാരൊക്കെ പോയപ്പോൾ ഈ ടീമിനൊരു നേതൃത്വം ഇല്ല. അവർ വിചാരിച്ചത് ഇപ്പോൾ ഒരു ജൂഡ് ബെല്ലിങ്ങമോ വെനീഷ്യസോ അതോ ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്തിട്ട് ആ നേതാക്കന്മാരാവുന്ന. പക്ഷെ അവർ എന്താ പറയുക, അവരുടെ പെരുമാറ്റം തന്നെ വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആണ് ശരിക്കും. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ 24 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ജൂഡ് ബെല്ലിങ്ങം ഇപ്പോൾ കുറച്ചും കൂടി മികച്ച കളിക്കാരനാണ്, അല്ലെങ്കിൽ വിനീഷ്യസ് മികച്ച കളിക്കാർ, എല്ലാവരും ബാക്കോട്ട് പോയിരിക്കുക. ഇപ്പോൾ റയൽ കഴിഞ്ഞ കുറച്ച് ട്രാൻസ്ഫർ വിൻഡോസ് 24 ശേഷം തന്നെ പ്രത്യേകിച്ച് ഓരോ വിൻഡോയും വരുമ്പോൾ ടോണി ക്രൂസിന് റീപ്ലേസ്മെന്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ 2 വർഷമായിട്ട് ഫ്ലോറന്റൈനോ പെരസിനെ കൊണ്ട് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആയ പ്ലേയേഴ്സിൽ ഈ ഒരു സീസണിന്റെ പ്രകടനമൊക്കെ വിലയിരുത്തുമ്പോൾ ആർക്കാരും റോൾ ഏറ്റെടുക്കാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും? ഇപ്പം ഞാൻ ഇംഗ്ലീഷ് ഫുട്ബോൾ നോക്കിക്കഴിഞ്ഞാൽ 2 കളിക്കാർ, ഒന്ന് ആഡം വാട്ടൺ ക്രിസ്റ്റൽ പാലസിൻ്റെ, പിന്നെ എലിയറ്റ് ആൻഡേഴ്സൺ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. ഇവർക്ക് 2 പേർക്കും ആ ഒരു ശാന്തതയുണ്ട്. ബോൾ കിട്ടുമ്പോൾ ക്രൂസിന് അതായിരുന്നു. ഒരു സാഹചര്യത്തിലും ക്രൂസ് പാനിക്കില്ല. ചുറ്റും 4 കളിക്കാരുണ്ടെങ്കിലും നോക്കി അസസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള പാസ് കൊടുക്കും. ഇപ്പോൾ PSG വിറ്റീനിയ ചെയ്യണ പോലെ ആ ഒരു റോളാണ് 10 കൊല്ലം ക്രൂസ് ചെയ്തത്. അപ്പം അങ്ങനത്തെ ആ ഒരു മോഡലിലുള്ള കളിക്കാരൻ ഇപ്പം ഞാൻ കാണുന്ന ഈ 2 ഇംഗ്ലീഷ് കളിക്കാരാണ് ശരിക്കും. ഇപ്പോൾ ലാസ്റ്റ്ലി ഒരു ക്വസ്റ്റ്യൻ കൂടി, അപ്പോൾ എംബാപ്പെ ഔട്ട് എന്നൊരു വലിയൊരു ക്യാമ്പയിന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വരുന്ന വോട്ടുകളുടെ എണ്ണം
അതിഭീകരമാണ്. നമ്മൾ അതെ, സ്വാഭാവികമായിട്ടും ഓൺലൈനിൽ കാണുന്നതിൽ അപ്പുറത്തേക്ക് വലിയൊരു ക്യാമ്പയിനാണ്. അതെ. ഇപ്പോൾ എംബാപ്പെ ആണ് റയലിന്റെ പ്രശ്നമെന്ന് ഒരു സൈഡിൽ ഡിസ്കഷൻ വരുന്നു. നേരെ മറിച്ച് ഈ ഒരു സീസണിന്റെ കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ എംബാപ്പയുടെ കണക്കുകൾ ബാക്കി എല്ലാ പ്ലേയേഴ്സിനേക്കാളും മികച്ചതാണ്. അതെ. ശരിക്ക് എംബാപ്പെ ആണോ റയലിന്റെ ഈ ഒരു സീസണിന്റെ പ്രശ്നം? പക്ഷേ എംബാപ്പയാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ എംബാപ്പയ്ക്ക് ചാബി അലോൺസോ ആയിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രശ്നമില്ലാത്ത ചുരുക്കം കളിക്കാരിൽ ഒരാൾ എംബാപ്പെ ആയിരുന്നു. എംബാപ്പെ പ്രാക്ടീസിന് പോയിട്ടും പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ ട്രാക്ക് ചെയ്യണില്ല എന്നുള്ളത് ഒരു കാര്യം ശരിയാണ്. അത് പക്ഷെ അവർ PSG വാങ്ങുമ്പോൾ തന്നെ ആ ഒരു ടൈപ്പ് കളിക്കാരനല്ല എന്ന് അറിയായിരുന്നു. അതുകൊണ്ടാണ് PSG വിട്ടത്. ലൂയിസ് എൻറിക്കയ്ക്ക് അങ്ങനെ ഷട്ടിൽ ചെയ്യണ വിങ്ങേഴ്സ് വേണം. അതിപ്പോൾ ക്വാരറ്റ്സ്കേലി ആയാലും ലെഫ്റ്റ് ബാക്ക് കളിക്കേണ്ടി വന്നാൽ ലെഫ്റ്റ് ബാക്ക് പോയി കളിക്കും. അത് എംബാപ്പെ ചെയ്യില്ല എന്ന് അവർക്ക് അറിയായിരുന്നു, റയലിനും അറിയായിരുന്നു. ഇപ്പം പിന്നെ അത് പറഞ്ഞിട്ട് ഒരാൾ വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ എംബാപ്പെ ഓർ വിനീഷ്യസ് ഇത് രണ്ടിൽ ഒരാൾ മതി എന്നുള്ളതാണ് പൊതുവിലൊരു അഭിപ്രായം. അതെ. അല്ലെങ്കിൽ ഇത് രണ്ടാളും കൂടി ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ അടുത്ത വർഷം റയലിന് ഇതേ പ്രശ്നങ്ങൾ നേരിടുന്നു പറയുന്നുണ്ട്. അത് ഈ ശരിക്കും വിനീഷ്യസിന്റെ പെരുമാറ്റം ഞാൻ ഈ റേസിസം ഇതൊന്നും ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല, അത് വേറെ തന്നെ ഒരു വിഷയമാണ്. പക്ഷെ ഈ സീസൺ പൊതുവെ വിനീഷ്യസിന്റെ പെരുമാറ്റം, അത് ആദ്യത്തെ എൽ ക്ലാസിക്കോയിലായാലും അതിനുശേഷം അലോൺസോ കോച്ചായിരുന്ന സമയത്തായാലും, നിങ്ങൾ നിങ്ങളുടെ ഒരു കോൺട്രാക്റ്റ് പുതുക്കാൻ വേണ്ടി എന്ത് തോന്നിവാസവും കാണിക്കുക എന്നുള്ള അത് തീരെ ശരിയല്ല. അത് വളരെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ഇപ്പം ഇതേപോലെ തന്നെയായിരുന്നു എംബാപ്പെ PSG-ലും. പക്ഷെ PSG-ലുള്ള സമയത്ത് എംബാപ്പയുടെ കളിയുടെ നിലവാരം താണില്ല. ഈ കോൺട്രാക്റ്റിൻ്റെ തർക്കം സ്ഥിരമായിട്ടുണ്ടായിരുന്നു. അവസാനത്തെ 2 കൊല്ലം ഞാൻ റയലിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഗോൾ അടിച്ചുകൊണ്ടിരുന്നു. ഇതിപ്പോൾ അലോൺസോന് വേണ്ടി കളിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ശരിക്കും വിനീഷ്യസ്.